അപ്പോൾ വെച്ചാൽ നമ്മൾ രാവിലെ തന്നെ ഒരു കല്യാണ ഓട്ടത്തിന് വേണ്ടിയിട്ട് പോയതാണ്. ഞാനും ഒപ്പം കൂടെയാണ് നമ്മളെ വണ്ടിയിൽ വരുന്നത്. നമ്മുടെ കൂടെ നന്ദുവിൻ്റെ CK ഉണ്ട്, റോണി സാറും ബാപ്പു സാറുമായിട്ട് പിറകെ വരുന്നുണ്ട്. നമ്മളൊന്ന് ചെറിയ ഓട്ടമാണ്, തിരുവല്ല മുതൽ ശാർക്കര ദേവീക്ഷേത്രം വരെയാണ് ഓട്ടം. നമ്മൾ 2 വണ്ടിയും കൂടെ പോകുന്നത്. പിന്നെ ഡോൺലിയുടെ ചെറിയ വണ്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും മകൻ വ്ളോഗേഴ്സിൻ്റെ ഒരു കിടിലം വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വെച്ചാൽ നമ്മളങ്ങനെ ഷെഡിൽ നിന്ന് വണ്ടി എടുത്ത് നേരെ നമ്മളത് ഷെഡിന് തൊട്ടപ്പുറത്തുള്ള പമ്പിൽ വന്ന് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി. ചെറിയ ഓട്ടം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡീസൽ കിടപ്പുണ്ട്. അതുകൊണ്ട് 2000 രൂപയ്ക്ക് നമ്മളിപ്പോൾ അടിക്കുന്നത്. അങ്ങനെ നമ്മൾ 2000 രൂപയ്ക്ക് ഡീസൽ അടിച്ച് നമ്മളെ CK നമ്മളുമായിട്ട് നേരെ പോകാൻ പോകുന്നത് തിരുവല്ലം ക്രൈസ്റ്റ് നഗർ കോളേജിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള നമ്മുടെ കല്യാണ പയ്യൻ്റെ വീട്ടിലാണ്. സാറ് അവിടെ നിന്ന് രാവിലെ തന്നെ ഡീസൽ അടിച്ചിട്ട് പൈസ കൊടുക്കുന്നു. അല്ല, ഡീസൽ അടിക്കില്ലാത്ത CK എന്തിനാണോ എന്ന് ഇതിനകത്ത് കയറ്റിയിട്ടുകൊണ്ടിരിക്കുന്നത്. സാറിന് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ലീലാവിലാസങ്ങൾ ഡീസൽ അടിക്കാൻ ഇല്ലാത്ത വണ്ടി പമ്പിൻ്റെ അകത്ത് കയറ്റിയിട്ടേക്കും. അങ്ങനെ ഡീസലൊക്കെ അടിച്ചിട്ട് തിരിച്ചിറങ്ങി. ഇനി നമ്മൾ നൈസായിട്ട് എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയാണ്. ഓട്ടം നന്ന പയ്യൻ വിളിച്ചു പറഞ്ഞ് ഒരു 5 മിനിറ്റ് ലേറ്റായിട്ട് വന്നാൽ മതി, അവൻ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാണ്. ആളെ ഞാൻ കാണിച്ചു തരാം, ചെറിയ വണ്ടിയും കൊണ്ട് വരും. നമ്മുടെ മുമ്പിടിയാണ് കേസ് എടുക്കുന്നത്. അപ്പോൾ വെച്ചാൽ നമ്മൾ പറഞ്ഞിരുന്ന സ്ഥലത്ത് വണ്ടി കൊടുത്ത്, പക്ഷേ നമുക്ക് ഓട്ടം നേരത്തെ പറഞ്ഞതുപോലെ പയ്യൻ വന്നില്ല. അതുകൊണ്ട് 2 വണ്ടി നമ്മൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തു. വണ്ടി ദോ കിടക്കുന്നു, CK അവിടെ കിടപ്പുണ്ട്. ബാപ്പു ഇവിടെ എന്തൊക്കെയോ മിനുക്ക് പണികളാണ്. തൊട്ടപ്പുറത്ത് ഒട്ടകപ്പക്ഷിയായിട്ട് ഗോപൻ സ്വാമി ഇരിപ്പുണ്ട്. ഗോപൻ സ്വാമി രാവിലെ തന്നെ വിമ്മിഷ്ടനായിരിക്കുകയാണ്. കേസ് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പറയൂ രാവിലെ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വെള്ളം ഉണ്ടോ? അപ്പൊ നമ്മള് രാവിലെ ഗോപൻ സ്വാമിക്ക് ഇഡ്ഡലി വേണമെന്നാണ് പറയുന്നത്. ഇപ്പം നൃത്തം ചെയ്യുന്ന ബാബു സ്വാമി ഗോപൻ സ്വാമിക്ക് ഇഡ്ഡലിയോട് പ്രിയപ്പെട്ടവനാണ്. ഇഡ്ഡലി കട എവിടെ ഉണ്ടെങ്കിലും എല്ലാവരും ഗോപൻ ഇന്നല്ല അപ്പൂന്റെ കച്ചവടമാണ്. കടയുണ്ട്, പോണാ സുഡ ഇഡ്ഡലി. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വിളിച്ച് നമ്മൾ നിൽക്കുന്നതിൻ്റെ 100-150 മീറ്റർ ഫ്രണ്ടിൽ ആൾക്കൂട്ടം നിൽപ്പുണ്ട്. ആൾക്കൂട്ടത്തിൻ്റെ അവിടെ വണ്ടി കൊണ്ട് കൊടുക്കാനാണോ പറഞ്ഞത്? എനിക്ക് തോന്നുന്നു വീട്ടിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ വിളിച്ച് വരുത്തി കഴിച്ചു. നമ്മൾ നേരെ നമ്മളും CK ആയിട്ട് ആളെടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. നമ്മളിവിടെ എത്തിയപ്പോൾ ആൾക്കാരൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ നേരത്തെ റെഡി ചെയ്യുന്നുണ്ട്. നമ്മൾ വന്നപ്പോൾ തന്നെ എല്ലാവരും കയറി ഗണേഷ്. അപ്പു സാർ ഇവിടെ രാവിലെ മന്ദത അടിച്ചിരിക്കുകയാണ്. മന്ദത എന്താണ് കാര്യമൊന്നും വ്യക്തമല്ല. നമ്മളെ വണ്ടി ഫ്രണ്ടിൽ നിന്ന് ഒരാളെ കയറ്റുന്നു, CK പിറകി നിന്ന് അവിടെ നിന്ന് ആൾക്കാരെ കയറ്റുന്നു. ഗൈസ് ഇവിടെ നോക്കിയ CK കാണാൻ പറ്റും. ഒന്ന് പിറകി നിൽപ്പുണ്ട്. ഈ പറഞ്ഞ അമ്മച്ചവരൊക്കെ നമ്മളെ വണ്ടിയിൽ കയറാൻ വരുന്നതാണ്. ഗൈസ് ആ പിറകിൽ കാണുന്നത് CK അടക്കുന്നു. അതിലവിടെ നിന്ന് ആൾക്കാരെ കയറ്റുന്നെന്ന് തോന്നുന്നു. ഇപ്പം വരെ നമ്മളിവിടെ ആളെ എടുക്കാൻ വേണ്ടിയിട്ട് കല്യാണ വീട്ടിൽ എത്തുന്നിട്ടുണ്ട്. അതാണ് കല്യാണ പയ്യൻ്റെ വീട്. നമ്മളെ വണ്ടി ദോ കിടക്കുന്നു. റൂണി സാറ് CK കൊണ്ട് താമി. നമ്മളങ്ങനെ നേരത്തെ വിളിച്ച് വരുത്തിയവ വന്നതാണ്. സമയം കണ്ട വിളിച്ച് വരുത്തിയവ വന്നത് 9 മണി ആവാറായപ്പോഴാവും വന്നത്. കൃത്യത്തിന് ഇഷ്ടം എന്ന് പറഞ്ഞാൽ സാധനം അടുത്തൂടെ പോയിട്ടില്ല. കൃഷി 11 അതിൽ നിന്ന് പുറത്ത് വിളിച്ച് വരും. മുമ്പടി നിന്ന് കയറുള്ളത് കൃത്യത്തിന് ഇഷ്ടം എന്ന സാധനം ഇല്ല. സാർ നമ്മളെ 8 മണിക്ക് വിളിച്ച് വരും. ഒരു അരമണിക്കൂർ കൂടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. നമ്മൾ റൂണി സാറാണെങ്കിൽ ഇഡ്ഡലി കഴിക്കാനെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമായിരുന്നു. എടാ കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തവൻ താടി വെച്ചോണ്ട് മുണ്ട് കൊടുക്കാൻ വേണ്ടിയാണ് എത്ര സമയം ഇതാണ് കൃത്യനിഷ്ഠ ഇല്ലാത്ത മുമ്പടി. അത് ശരിയല്ല കൈസ്. നമ്മൾ ഞങ്ങൾ പോയിട്ട് വരാം. ശാർക്കര ദേവീക്ഷേത്രത്തിലെ പാർക്കിംഗ് ആണ് കൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ വണ്ടി. നമ്മളങ്ങനെ വണ്ടി കിട്ടിയിട്ട് നമ്മൾ വെള്ളം കിട്ടാൻ വല്ല വഴിയുണ്ടാവും നോക്കാൻ പോവുകയാണ്. നമ്മൾ പക്ഷെ മണ്ഡപം വന്നു, പക്ഷെ ഇവിടെ വെള്ളമൊന്നും കിട്ടുന്നില്ല. വെൽക്കം ടു സൂര്യ. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളങ്ങനെ ഇവിടെ ശർക്കര ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതാ നമ്മൾ വെള്ളം കുടിക്കാൻ പോവുകയാണ്. ഇട്ടില്ല സാർ ബാപ്പു
വിളിക്കാത്ത കല്യാണത്തിന് വന്ന് വെള്ളം കുടിക്കുന്നു ഗീസ്. സദ്യ മസ്റ്റ് മകിലയും ചവച്ച് പിന്നെ മകിലയും ആരും കാണാതെ അപ്പോൾ ഒറ്റയടിക്ക് വീശുന്നു വീശ്. ഇപ്പം വെച്ച ചോറല്ല തീർന്നില്ല ഇതിന് മുമ്പ്. ഏതാ സ്റ്റാൻഡേർഡ്. അപ്പോൾ വെച്ചാൽ നമ്മളങ്ങനെ കിടിലും സദ്യയൊക്കെ കഴിച്ചിട്ട് വണ്ടിയിൽ വിശ്രമിക്കുന്നു. ഈ ആൾക്കാരെല്ലാം വണ്ടി കയറിയിട്ട് വേണം പോകാൻ. നമ്മളെ സീക്കേതോ ഫ്രണ്ട് ഇട്ടിരിക്കുന്നു, നമ്മളിവിടെ ഇട്ടിരിക്കുന്നു. അതിൽ വന്ന് ബാപ്പ ഇതിൽ കിടക്കണം, ഇതിൽ വന്ന് അപ്പു സാറതാ മണ്ടേ കിടക്കണം. ഞാനെന്താ ഇവിടെ കിടക്കണം. രണ്ടുമൂന്ന് പിള്ളേരതോ ഇവിടെ നിന്ന് വായി നോക്കുന്നുണ്ട്. ഹായ് പറയടാ, ടാറ്റ ടാറ്റ ചെമ്മിയെ പോയില്ല. അപ്പോൾ വെച്ചാൽ നമ്മൾ സദ്യ കഴിച്ചിട്ട് കുറച്ച് ഉറങ്ങിയിട്ട് നമ്മൾ ആൾക്കാരൊന്ന് കയറുമ്പോൾ നമ്മൾ തിരിച്ച് ഷെഡിലേക്ക് പോകുന്നതായിരിക്കില്ല. ആൾക്കാരെ കൊണ്ട് ഇറക്കിയിട്ട് ഷെഡിൽ പോകുന്നതായിരിക്കും ഗൈസ്. ഷേ ഹലോ, നമുക്ക് വെള്ളം വാങ്ങിച്ചോണ്ടോന്ന് ഗൈസ്. പേരെന്തുവാടാ? ആരുവാണോ? താങ്ക്സ്. ഓ ഞാൻ പറഞ്ഞോ, നമ്മുടെ വീഡിയോ കാണുന്നൊരു പയ്യൻ വെള്ളമൊക്കെ വാങ്ങിച്ചോണ്ടെന്ന് നമ്മളതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പോകും. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് വെള്ളമൊക്കെ വാങ്ങിച്ചോണ്ട് ഗൈസ്. സബ്സ്ക്രൈബർ പേരെന്തോന്ന് പറഞ്ഞാൽ ആരോൺ. വണ്ടി കണ്ടിട്ട് വന്നത് വീട് ഇവിടെ അടുത്ത് തന്നെ. നല്ല പയ്യനാണ് ഗൈസ്. നമുക്ക് വെള്ളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഫോട്ടോ എടുത്തോ? അങ്ങനെ അവൻ്റെ ആഗ്രഹം സഫലീകരിക്കുകയാണ്. അവൻ്റെ സൈക്കിളിൽ ഫ്രണ്ട് വെച്ചിട്ട് നമ്മൾ ചെറുക്കൻ്റെ ഫോട്ടോ എടുക്കുകയാണ് ഗൈസ്. തൊട്ടിട്ട് ബാപ്പു സാർ ബാക്കിൽ നിന്ന് അവൻ്റെ ഫോട്ടോ എടുക്കണം. എന്താടാ ഓരോരുത്തന്മാർ ഇവിടെ ക്യാബിൻ AC കൊണ്ടുവന്ന് AC ഒക്കെ കൊണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ ക്യാബിൻ AC വയ്ക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല ക്യാബിൻ ജിങ്കിയിലൊന്നുമില്ല, ക്യാബിൻ AC ചെയ്ത് തുടങ്ങിയ അതൊക്കെ പോണം. അപ്പോൾ വെച്ചാൽ നമ്മൾ കറക്റ്റ് 3 മണി ആവാറായപ്പോൾ നമ്മൾ തിരിച്ച് ആളെ കൊണ്ടിറങ്ങി. നമ്മളെ വണ്ടി മാത്രമേ ഇപ്പോൾ വന്നുള്ളൂ. ബാക്കി നന്ദുവും ടോണിയുടെ ചെറിയ വണ്ടിയും അനന്തുവിൻ്റെ ചെറിയ വണ്ടിയും എല്ലാം അവിടെ നിൽക്കുന്നേ ഉള്ളൂ. പിന്നെ ആദ്യ ആൾ നമ്മുടെ വണ്ടിയിൽ ഫില്ലായതുകൊണ്ട് നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് വന്നു. നമ്മളിങ്ങനെ സന്തോഷകരമായിട്ട് ആൾക്കാരെല്ലാം നമ്മൾ രാവിലെ എഴുന്നേറ്റ് തന്നെ കല്യാണ പയ്യൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കൊണ്ട് ഇറങ്ങിയിട്ട് ഈ ഷെഡിലേക്ക് പോകാണ്. ഇതാണ് നമ്മുടെ ബൈപ്പാസ്. ഈ ബൈപ്പാസൊക്കെ നമ്മൾ കാണാൻ പോകാറില്ല. ഈ ബൈപ്പാസിലൂടെയാണ് നമ്മൾ എപ്പോഴും വിലയിരുത്തുന്നത്. ഈ ബൈപ്പാസൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു വികാരമുണ്ട്. രാത്രിയൊക്കെ വണ്ടി ഓടി ഏകദേശം ഈ ബൈപ്പാസിൻ്റെ റോഡെ കാണുന്നത് ഈഞ്ചകളെ കഴിയുമ്പോൾ സ്വർഗം കിട്ടുന്ന ഫീലാണ്. അതാണ് അപ്പോൾ ഇവയോട് നിങ്ങളെ കാണണോ? നിങ്ങളെ കാണണം. അപ്പോൾ വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചെറിയ വീഡിയോ ആണ്. നമ്മൾ കല്യാണോട്ടം പോയതിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസാണ് എന്തോന്നോ കണ്ടന്റാണ് വേണ്ടത്. വലിയ വീഡിയോ വേണോ അതോ ഷോർട്സ് കണ്ടിന്യൂ ചെയ്താൽ മതിയോ, എല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വെച്ചാൽ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വെച്ചാൽ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് സൈനിങ് ഔട്ട് ഫ്രം നാഗുറ വ്ളോഗ്സ്. ബൈ ബൈ.